ഗൈസ്, നമ്മളിന്ന് പുതിയൊരു റൈവൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, നാളെ എൻ്റെ യൂത്ത് ഫെസ്റ്റിലാണ്. യൂത്ത് ഫെസ്റ്റിൻ്റെ തലേന്നിരുന്ന് ഒരു റൈവൽസ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും വേറെ താമസിപ്പിക്കാനില്ല, നേരെ നമ്മൾ ഡ്യൂൽസ് തുടക്കാം. പിന്നെ ഇന്ന് എൻ്റെ കൂട്ടുകാരനായ ഒരു വ്യക്തിയെ വിളിച്ചു കളിക്കാൻ. അപ്പോൾ അവന് പറ്റില്ല, അപ്പോൾ ഇന്ന് വേറെ ടൈമിൽ എൻ്റെ കൂടെ കളിച്ചില്ല ഗൈസ്. ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചവൻ കള്ളൻ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ അക്കൗണ്ട് എന്താ ചേഞ്ച് ആയത്. എൻ്റെ പഴയ സീബോ ഗെയിം ഹാക്കായിപ്പോയി. അപ്പോൾ ഇതൊരു ആൾട്ട് അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾട്ട് അക്കൗണ്ട് സെറ്റാക്കി സീനാക്കാമെന്ന്. ഇന്ന് എന്തായാലും ഞാൻ ഡുവൽസ് കളിക്കുന്നില്ല. ഇന്ന് മറ്റേ ഈ ഒരു സാധനമാണ്, എന്തോന്നു ഇപ്പോൾ ഹാർഡ് കോർ പാർക്കോർ ആ സാധനമാണ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഒരു 2v2 അല്ലെങ്കിൽ 3v3 ഇരിക്കട്ടെ. നമുക്ക് 3v3 ഇന്ന് കളിക്കാം. എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ നിങ്ങൾ ആവാറായി എന്നൊക്കെ തോന്നണം. നിങ്ങൾ ഭജന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിപ്പിക്കേണ്ടതാണ് കേട്ടോ എല്ലാവരും. താങ്ക്സ് ഫോർ പ്ലേയിങ്. താങ്ക് യു വെരി മച്ച് നോസ്ലി. നമ്മളെ നോസ്ലി എണ്ണം പുതിയ സ്കിന്നൊക്കെ ഫ്രീ ആയിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റത്തില്ല, കുറേ കഷ്ടപ്പെടണം. അപ്പോൾ അവൾ കളിയിലോട്ട് തുടങ്ങിയല്ലേ. അപ്പോൾ നിങ്ങളിനി ഫുൾ കോൺസെൻട്രേഷൻ കളിയിലായിരിക്കും. നിങ്ങളൊന്നും ഞാൻ വാ തുറക്കാനില്ലെന്ന് വെച്ച് പേടിക്കരുത്. കളിയിലോട്ട് തുടങ്ങിയാണ്. പിടി ബാറ്റിൽ ഗ്രൗണ്ട് പ്ലീസ് ബാറ്റിൽ ഗ്രൗണ്ട്. ഒയ്യോ ബ്രേക്ക്. കുഴപ്പമില്ല, എനിക്ക് ക്രോസ് ബോ ഉണ്ട്. ക്രോസ് ബോ റിവോൾവർ വേണോ ഡാഗർ വേണോ ഡാഗേഴ്സ്, ഒരു സ്പിയറും പിന്നെ സ്മോക്കും. RPG ഇരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും. ഒരു ടൈമിൽ എനിക്ക് RPG അവളുണ്ടാ താണ്ടിരിക്കുന്നത്. RPG കുരിപ്പേ പോടാ, കുരിപ്പേ അങ്ങോട്ട് താണ്ടേ പോണ കുരിപ്പ്. ബ്രോ അടുത്ത കുരിപ്പ് ഇവിടെ അയ്യോ കിട്ടിയില്ല. നീ തീർന്നോ അങ്ങനെ? അയ്യോ അതാ പറഞ്ഞു ചത്തിരിക്കുന്നു. അതിവിജയകരമായ RPG വെടികൊണ്ട് ചത്തിരിക്കുന്നു ഞാൻ. ഫസ്റ്റ് റൗണ്ട് എന്തായാലും ഞാൻ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കിയാൽ പിന്നെ നമ്മൾ നേരെ RPG എടുക്കുന്നു, ഡാഗേഴ്സ് എടുക്കുന്നു, സ്പിയർ എടുക്കുന്നു, ഇതെടുക്കുന്നു, RPG എടുക്കുന്നു, പറക്കുന്നു. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ഇവനെ ചെങ്കാട്ടമേ നീ ഒരു വല്ലാത്ത നശമാണേ. 100 days of 100 stories. ഒരുത്തനെ വന്നു. ഫസ്റ്റ് എലിമിനേഷൻ സീനാക്കിയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് എലിമിനേഷൻ. ഇനി ഡാഗേഴ്സ് എടുത്ത് കുറച്ച് കളി കളിക്കാം. സ്പിയർ ഡാഗേഴ്സ് മറ്റേ എവിടെയെന്തോ നോക്കട്ടെ. നമ്മളിനിയിപ്പം സ്നൈപ്പറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയാവും ആക്ച്വലി. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഒരിക്കലും അല്ല. ശരി, കുത്ത്. യെസ്, ഫസ്റ്റ് റൗണ്ട് ജയിച്ചിരിക്കുന്നു. സ്പിയർ കൊണ്ട് കുത്തിക്കൊന്നു ഞാൻ. അത്രേ ഉള്ളൂ. ഇത് എന്തോ നോട്ടിഫിക്കേഷൻ. ഫസ്റ്റ് ഡാഗേഴ്സ് മൊമെന്റം സീനായിരിക്കണം. നമ്മൾ മൊമെന്റം പ്രശ്നം ഇതാണ്, നമ്മൾ ചെറുക്കന്മാരല്ലാവേ. നേരെ ഇതെടുക്കുക, കുത്തി കൊടുക്കുക. അയ്യോ ചത്ത് RPG ഇട്ട് തന്നിട്ട്. എന്തായാലും എല്ലാം കുറച്ച് ഹെൽത്തേ ഉള്ളൂ. 50 അടി
സ്നൈപ്പർ ഉണ്ടെന്നേ ഉള്ളൂ, ഒരു ഉപകാരവും ഇല്ല ഇവന്മാരെയൊക്കെ കൊണ്ട്. സ്നൈപ്പർ ഉണ്ടെന്നും പറഞ്ഞു. പുതാ അടുത്ത ഇവനെ നോക്കട്ട്. ഞാൻ എന്തായാലും ചത്തിട്ടുണ്ട്. അടി അടി അടി, അത്രേ ഉള്ളൂ മക്കളെ. ഉപ്പ് നിനക്കൊക്കെ സ്നൈപ്പർ ആരാ? നിനക്കൊന്നും സ്നൈപ്പർ ഉപയോഗിക്കാനുള്ള യോഗ്യത പോലും ഇല്ല ഈ ചെറുക്കനൊന്നും. കളി ജയിച്ചില്ല. അടി സ്നൈപ്പർ എടുത്തിരി. ഇതോടെ സ്കോപ്പ് നോ സ്കോപ്പ് അടിക്കാതെ വെച്ചേ. അപ്പ് നമ്മളിനി ക്രോസ് ബോ അടിക്കേണ്ടി വരും. ഈ ലോങ് റേഞ്ച് മാപ്പിൻ്റെ പ്രശ്നം ഇതാണ്, നമ്മൾ ക്രോസ് ബോ എടുത്തില്ലെങ്കിൽ പണിയായിരിക്കും. അത് സ്പിയർ ബ്രോ. ഉള്ളൂ ഒരു RPG കേട്ടെ, ഒരു RPG പറഞ്ഞുണ്ട്. RPG കേട്ടൊരു ദ്രോണാചാര്യൻ. അയ്യോ തത്ത്. ക്രോസ് ബോ എടുത്തോണ്ട് രൂപ എല്ലാ എണ്ണം അവിടെ മൂട്ടിട്ടിരിക്കുകയാണ്. ഒരുത്തിൻ്റെ RPG, ഒരുത്തിൻ്റെ ക്രോസ് ബോ, 3 എണ്ണം തുള്ളി കളിക്കണ. ഇതിൻ്റെ ഫ്രീസർ ആയിരിക്കണ്. അടി ഇത്രയും വലിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഒരു ദേഹത്ത് പോലും കൊള്ളിക്കാനുള്ള കഴിവില്ലെന്ന് പറയുമ്പോഴാണ് വിഷമം. പാട്ട ടീംമേറ്റ്സ് എന്നെക്കാൾ 100 ലെവലൊക്കെയാണ് ഓരോരുത്തന്മാരേലും, എങ്കിലും ഒട്ടും കഴിവില്ല. മോശം. ക്രോസ് ബോ എടുക്കുക, എവിടെയും വേണമെങ്കിൽ തലമണ്ട വെച്ച് അടിക്കുക. എല്ലാം ഇപ്പുറത്തായിരിക്കും നിൽക്കുന്നത്. ഇപ്പുറം വരണണ്ട പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ചാടിക്കറി അറിയാം. വരാത്തുണ്ട്. കിട്ടി. ഒരുത്തിനെ കൊന്നു. സ്മോക്ക് ഇട്ടാ. തീർന്നു. ലാസ്റ്റ് റൗണ്ടായി. ഇന്നത്തെ ആകെപ്പാടെ എൻ്റെ ടീം ഞാൻ മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള പ്രോ പ്ലെയർ ആണെങ്കിൽ ലീവായും പോയി. ഇതെങ്ങനെ ഞാൻ കളിച്ച് തീർക്കുമോ? നമ്മൾ നോക്കാം. ജസ്റ്റ് പിടിക്കും. 2 കളിത്തെങ്കിലും കുറഞ്ഞാൽ മതിയായിരുന്നു. തോണ്ടേ ഇരിക്കുന്നു സ്കോപ്പ് ഇട്ട്. തീർന്നണ മോനെ, നിന്നെ ഞാൻ കണ്ട്. തീർന്നു. ഒരുത്തനെ തീർത്തു. വെടിയുണ്ട കൊണ്ടില്ല. അപ്പോ യെസ് ബ്രോ. സ്നൈപ്പർ. എന്തായാലും ഫസ്റ്റ് റൗണ്ട് നമ്മൾ അതിവിജയകരമായും അതികഠിനമായും നമ്മൾ തോറ്റിരിക്കുകയാണ്. അത് നമ്മൾ ഒന്നിലൊന്നും അങ്ങനെ തോറ്റു കൊടുക്കുന്ന ആൾക്കാരല്ല. നമുക്ക് ഒരു 4v4 കളിക്കാം. ഞാൻ നോക്കിയോ ജസ്റ്റ് ഇപ്പം. ഇതാണ് നമ്മളെ പുതിയ സെക്ഷനായിട്ട് വന്നിട്ടുള്ളത്. പോയി കളി ഇറങ്ങി. നമുക്ക് അടുത്ത കളി ഞാൻ തുടങ്ങുമ്പോൾ കാണിച്ചു തരാം. അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോസ്ലി ഇത്രയും കഠിനമേറി കണ്ടുപിടിച്ചൊരു സാധനം. പക്ഷേ 10 ബില്യൺ വിസിറ്റ്സിൻ്റെ ആ സ്കിന്ന് ജസ്റ്റ് ഒരു കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇത് മോശം. ഇത്രയും കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ ഇഷ്ടപ്പെടത്തില്ല നമുക്ക്. കളി തുടങ്ങുകയാണ്. റൈവൽസ് പുതിയ സാൻഡ് അപ്ഡേറ്റ് ആയിട്ടാണത്. സമ്മർ അപ്ഡേറ്റിന് സമ്മർ കഴിഞ്ഞപ്പോൾ വിൻ്ററുമായി മൺസൂണായി. ഇപ്പോഴും സമ്മർ അപ്ഡേറ്റ് ഇട്ടേക്കാണ് ഇങ്ങനെ. വേറെ പണിയൊന്നും ഇല്ലേന്ന് തോന്നി. അത് സമ്മർ അപ്ഡേറ്റിന് മെഴുക് കത്തിച്ച് വെച്ചേക്കണം. സമ്മറിന് അല്ല കൂൾ ഡ്രിങ്ക് കത്തിച്ചൊക്കെ ഉള്ളതിന് ഐസ്ക്രീം, കേക്ക്, ബുമ്പ്. ഒരുത്തൊന്ന് പോയിക്കണം.
ഞാൻ തീർന്നു, അതിവിജയകരമായി ഞാൻ തീർന്നിട്ടുണ്ട്. കൊല്ലു ഒറ്റ വെട്ട് മതി മോനെ. അയ്യോ മോനെ ഒറ്റ വെട്ടടി മോനെ, ഒറ്റ വെട്ട അവനൊക്കെ. ഒരു RPG കൈ ഇരിപ്പുണ്ട്, എന്നാലും അടിക്കത്തില്ല അവന്മാർ. നൈസ് പ്ലെയർ എന്നാ വിചാരം. ഇതുണ്ടാവോ എല്ലായിടത്തിനും ഹെൽത്ത് കുറവാ. 11 ആണെങ്കിൽ കാട്ട് നൂബ്. അയ്യോ കാട്ട് നൂബ്, എൻ്റെ കൂട്ടുകാരുടെ ഇരട്ട പേര് കാട്ട് നൂബ്. RPG അടിക്കുക, ഡാഗേഴ്സ് ഫ്ലൈ ചെയ്യുക, വന്ന് മൂട്ടിന്ന് അടിച്ചു കൊടുക്കുക. അത് വിജയകരമായി എന്നെ വീണ്ടും കൊന്നിരിക്കുകയാണ്. ടീംമേറ്റ് എല്ലാം കാട്ട് നൂബുസാണ്. എന്തോ ചെയ്യാനാന്ന് പറയൂ. 30, 56 ചീസ്. സൂപ്പർ. അവളെ ഫുള്ള് ഹെൽത്ത്, ബാക്കിൽ ഷോട്ട് ഗണ്ണ്. പുറക്ക് അടിപൊളി. 2-3 എലിമിനേഷൻ കൊള്ളാം. ഇത് നമ്മൾ വിഷയമാക്കേണ്ടി വരും. RPG, റിവോൾവർ, സ്പിയർ, സ്മോക്ക് മതി. എല്ലാം അവിടെ വന്ന് മൂട്ടി ഇരിപ്പുണ്ട്. ഒരുത്തനെയും വരാതിരിക്കില്ല. ഒരുത്തനെ കൊന്ന്. എനിക്ക് ഫുൾ ഹെൽത്താണ്. ഇനി 2 അവന്മാരും കൂടി ഉണ്ട്. അവന്മാരെ എവിടെ ഈ സ്പിയർ എടുക്കുക. അടുത്തവനെ കൊന്ന്. ഞാൻ വേണം ഈ കളി ജയിപ്പിക്കാൻ. എന്നെ കണക്കൊരു വില്ലാളി വീരെ ഇല്ല എന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് അപ്രീസിയേഷൻ ചെയ്യണം. എങ്കിലേ കളി ജയിപ്പിക്കാനുള്ള ധൈര്യം കിട്ടുള്ളൂ. എവിടെ ചേടാ എവിടെ? അതുകൊണ്ടേ പോണം. എല്ലാവരും വെരി ടാലൻറ്റഡ് ആണ്. എന്തായാലും ഈ കളി ഞാൻ ജയിക്കും. എന്താ വെച്ചാൽ എൻ്റെ ഹെൽത്ത് കൂടുതൽ. എവിടെ? യോ ദാ പോണ് പെങ്ങളെ അനിയത്തി ചേച്ചിയെ. തീർന്നു. അത്രയേ ഉള്ളൂ. ജിങ്ക് ഫസ്റ്റ് റൗണ്ട് നമ്മൾ തൂക്കി ചുവന്ന കരങ്ങളോടെ ഞങ്ങളുടെ ടീമിൽ 2 പേര് ആലോചിച്ച് നോക്ക്. 2 പേരാണ് ഞങ്ങളുടെ ടീമിൽ. ഒരു 4 2v 2 vs 4. എനിക്കൊന്നും പറയാനില്ല. ഈശ്വര എല്ലാം ഇപ്പൊ താഴെന്ന് പൊട്ടി ഒലിച്ചു വരും. അടുത്തൊരുത്തി. അവളെ ഒറ്റ വെട്ട്. എൻ്റെ ടീംമേറ്റും കാട്ട് നൂബ്. ഞാൻ കാട്ട് നൂബല്ല. ഞാൻ പ്രോ. ഡാഗേഴ്സ് ക്ലച്ച് അൾട്ടിമേറ്റ് ക്ലച്ച് എല്ലാം ഇവിടെ മൂട്ടി വന്ന് നിൽപ്പുണ്ടാവും. കുറേ ഹൺഡ്രഡ് കിട്ടി. ഇപ്പോൾ ഫുൾ ഹെൽത്ത് ഞാനായിട്ട് കൊടുത്തേക്കണം. ഇനി ഇതിനകത്ത് ഇവൻ വല്ലതും ചെയ്യുമോ നോക്കുക. കയ്യിൽ RPG ഇരിപ്പുണ്ട്, എന്നാൽ ഉപയോഗിക്കത്തില്ല. ഭയങ്കര നൈസ് പ്ലെയർ എന്നാണ് വിചാരം. എത്ര ഹെൽത്ത് ഞാൻ കുറച്ചേക്കണം നോക്ക്. 1 2 ഒന്നുമല്ല. 2v2 കളിക്കാൻ. ഓക്കെ, ഇത് ലാസ്റ്റ് കളി. ഞാൻ ജയിക്കണം വരെ എനിക്ക് ഇന്നൊരു കളിയെങ്കിലും ജയിക്കണം. കാര്യം ഇത് ഭയങ്കര പാട്, കഷ്ടപ്പാട് നോക്കിക്കോ. ഇത് ഭയങ്കര കഷ്ടപ്പാട്. എന്തായാലും ഇന്ന് ഞാൻ ഒരു കളി ജയിച്ചിരിക്കും. ബിക്കോസ് ഐ ആം ദി പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ്. ദാറ്റ്സ് വൈ. അപ്പം നമ്മൾ എന്തായാലും ഒരു കളി ഒറ്റ കളിയെങ്കിലും കിട്ടില്ലെങ്കിൽ ഇത്രയും വലിയ പ്രോ പ്ലെയർ ആയിട്ട് കാര്യമില്ല. ക്വിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും ക്വിറ്റ് ചെയ്യില്ല. ഒന്നുമില്ല. കൺസ്ട്രക്ഷൻ ഐ ആം ദി മാസ്റ്റർ പീസ് ഓഫ് കൺസ്ട്രക്ഷൻ. ഈ മാപ്പിൽ ഞാൻ എന്നെ കഴിച്ച് വേറെ ആരും ഇല്ല മച്ചമ്പി. നിങ്ങൾ തോറ്റു. 32
തീർന്ന് തീർന്ന് സ്വപ്നത്തിലങ്ങ് വിജയം. ഇത് ഞാൻ ജയിക്കും. ഇത് ഞാൻ തോറ്റാൻ നോക്കിക്കോ. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് വരും സ്കൂളിൽ. നാളെ കലോത്സവമല്ലേ, ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകും ഞാൻ നോക്കിക്കോ. ഇത് ഉറപ്പിച്ച കാര്യമാണ്. ഹായ് ഡാർലിംഗ്. അടുത്തിനെ കൊന്ന്. ഓക്കെ, അടുത്തവൻ റിവോൾവർ. അടുത്തവനും തത്ത്. യാ ബോയ്. കുറച്ച് ഇമോട്ടൊക്കെ ഇട്ട് സീനാക്കാനുള്ളായിരുന്നു. ഞാൻ നോക്കിക്കോ, ഈ കളി ഞാൻ ജയിക്കും. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി താഴെ പോയില്ലേ താഴെ. ഇമോട്ട് ഷോൾഡറൊക്കെ കൊണ്ട് ബ്രഷ് ചെയ്ത് കള അത്ര ഉള്ളു. ഇപ്പോൾ പുതിയ എനിക്ക് ഇമോട്ട് കിട്ടി. ഞാൻ നോക്കിക്കട്ടെ. സമ്മർ ഡേയ്സ് ഈ സാധനം മതി. സമ്മർ ഡേയ്സ് മതി. ഇതിപ്പോൾ വിൻ്റർ ഡേയ്സ് ആവാനുള്ള പരിപാടിയെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഫസ്റ്റ് എലിമിനേഷൻ പറ്റില്ലേ? ഇതാരുടെ പുറകിൽ വെച്ച ഫസ്റ്റ് തന്നെ കൊന്ന് പുറകിൽ നിന്ന് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് എടുത്തു. സമ്മർ ഡേയ്സ്. അയ്യോ, ഇടാൻ പറ്റിയില്ല. ഇമോട്ട് ഇടാൻ പറ്റിയില്ല. നാണക്കേട്. എന്തായാലും കളി ജയിച്ച് കഴിഞ്ഞാൽ സമ്മർ ഡേയ്സ് ഇടണം. അയ്യോ അപ്പ് ഞാൻ എന്തിനു കാണിച്ചേ? ഞാൻ എന്തായാലും ഒരുത്തനെ കൊന്നിട്ടുണ്ട്. പേടിക്കണ്ട. ഐ ആം ദി പ്രോ പ്ലെയർ. ഐ ആം ഓൾവേസ് ദി പ്രോ പ്ലെയർ. തോക്കാനുള്ള എല്ലാ പരിപാടിയും കാണുന്നുണ്ട്. കളി തോറ്റ് എൻ്റെ ടീംമേറ്റ് കൊണ്ട് തോൽപ്പിച്ച്, കളി തോൽപ്പിച്ച് എൻ്റെ ടീംമേറ്റ് കൊണ്ട് തോൽപ്പിച്ച് കളി തോൽപ്പിച്ച് എൻ്റെ ടീംമേറ്റ് കൊണ്ട് കളി തോൽപ്പിച്ച്. ഈ ഗെയിമെങ്കിലും പ്ലീസ് തീർന്നു കിട്ടേ. ഫസ്റ്റ് അവൻ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തവൻ കാട്ടിന് രൂപ. അതുകൊണ്ട് പേടിക്കണ്ട. ഇവിടെ നിൽക്കണ ഇപ്പം ഇമോട്ട് ഇട്. സമ്മർ ഡേയ്സ് ഇട്ട് ലാസ്റ്റ് ഞാൻ ഇത് കളിക്കണില്ല. എൻ്റെ ടീംമേറ്റ് പറ്റുമെങ്കിൽ ജയിക്കട്ടെ. ഞാൻ ഒരുത്തനെ കൊന്നു കൊടുക്കും എൻ്റെ ടീംമേറ്റിന് വേണ്ടി. ബാക്കി അവൻ സ്വന്തം ടീംമേറ്റ് കളിക്കട്ടെ. എപ്പോഴും പ്രോ പ്ലെയറായി ഞാൻ കളിച്ചു കൊടുത്താലേ ഇവന്മാരൊന്നും കളി പഠിക്കൂല മക്കളെ. തൊട്ടിന് ടീംമേറ്റിനെ അടിക്കുന്നോടാ ബ്ലഡി ഫൂൾ. ഫസ്റ്റ് ഇങ്ങോട്ട് അടിക്കുക, എന്നിട്ട് ഇതെടുക്കുക. ജാം ബൂസ്റ്റ്. സമ്മർ ഡേയ്സ് ഇടാൻ പറ്റില്ല. എന്തായാലും കളി വെച്ച് ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്നു. 6 എലിമിനേഷൻസ്. എന്തായാലും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നല്ല രണ്ട് റാപ്പ് ബോക്സ് കൂടി വാങ്ങി നോക്കാം. ലക്കുണ്ടോ ഇല്ലേ നോക്കാം. എനിക്ക് എത്ര 25 പേർ 30 പേജുണ്ടെങ്കിൽ ചെസ്റ്റ് എടുക്കാമായിരുന്നു. നമുക്ക് ഇന്ന് എത്ര 2 റാപ്പ് ബോക്സ് വാങ്ങി നോക്കാം. എനിക്ക് ഇതിനകത്തുള്ള ഈ നിയോൺ കിട്ടി. അത് ഏതിലാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്തുള്ള നിയോൺ എൻ്റെ ARലാണ്. നോക്കട്ടെ. അതന്നെ ഈ നിയോൺ എനിക്ക് ഒരെണ്ണം കിട്ടി. എനിക്ക് കിട്ടാനുള്ള നിയോൺസ് ഏതൊക്കെയാണ് നോക്കി നോക്കട്ടെ. ഒരു നിയോൺ കിട്ടി. ഇനി എത്രയാ ഏതൊക്കെ ആയിട്ടുള്ള 5 ഡ്യുവൽസ് ഇതുവരെയും ജയിച്ചിട്ടുള്ളൂ. 5 ഡ്യുവൽസ്. എന്തൊരു മോശം തന്നെ കേട്ടാ. പക്ഷേ ഇത് ഞാൻ നോക്കണ്ടതിന് ഞാൻ എന്തിപ്പോൾ നോക്കാള്. ഇപ്പം എന്തിനാ ഇങ്ങോട്ട് ഇത് നോക്കാം. യെസ്, 5 ഡ്യുവൽസ് ജയിച്ചു. അടുത്തെനിക്ക് സ്കിന്നേന്ന് നോക്കണം. RPG എനിക്കിത് കിടക്കുന്ന കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നു. പക്ഷേ 5 ടിക്കറ്റേ ഉള്ളൂ. വെരി സാഡ്. പുതിയ കോഡൊന്നും ഇറങ്ങിയില്ലെന്ന് എനിക്ക് സംശയമാണ്. സെർച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ഏതാ എടുക്കാനുള്ള നിയോൺ സ്പീഡെന്ന് പറഞ്ഞ സാധനം. മിത്തിക്കൽ റാപ്പാണ് സ്പീഡ്. അല്ലെങ്കിൽ എനിക്ക് മിത്തിക്കൽ വേണം. എനിക്ക് ഈ 7 പോയിൻ്റ് ഈ ഹൊറോകളും തണ്ടർ ബസ്റ്റ
അത് വല്ലതും മതി. ഇത് കൊള്ളാം. എനിക്ക് ബ്ലൂ റാപ്പ് നോക്കട്ടെ. ഇനി ഇതിനകത്തുള്ള ഇതേതാ മിത്തിക്കൽ സോളാർ അതെനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി എൻ്റെ പഴയ അക്കൗണ്ട്. ഇതിനകത്തുള്ള എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് 2 വാങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും എല്ലാവരും ശ്രദ്ധയ്ക്ക് എനിക്ക് കിട്ടുമ്പോൾ ഒന്ന് നോക്കിക്കോളാം. ഫസ്റ്റത്തെ ബോക്സ് തുറക്കുന്നത് മിസ്റ്റിക്കലാണോ? ഓ മിത്തിക്കൽ ഗ്ലാസ് ഷാർഡ് ബ്ലേസ് നോക്കണം. നമ്മൾ അടുത്തത് അതിവിജയകരമായി തുറക്കുകയാണ്. മിത്തിക്കലാണോ അല്ലയോ? മിത്തിക്കലാണോ അല്ലയോ? ഓ ഡാഗേഴ്സ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാഗേഴ്സിന്. ഓ ഡാഗേഴ്സിന് ഈ പാട്ട് റാപ്പ് മാറ്റി ഇത് ഇടണം. മോനെ ഇൻവേർട്ടഡ് നോക്കട്ട്. ഇൻവേർട്ടഡും കൊള്ളാം, ഇൻവേർട്ട് അല്ലാത്തതും കൊള്ളാം. ഇത് മതി. ഞണ്ണാണെങ്കിൽ ഏതാ ഇത്? അല്ല വേണ്ട, നമുക്ക് ഇത് മതി. ഇത് സാധനം. ചാർമില്ലേ? ഇത്രയും ചാർമ് കിടക്കണം. സെക്കൻഡ് ബർത്ത്ഡേ ഇത് മതി. മണി വിഷറായത് കൊടുക്കട്ടെ. സ്പോട്ട് ലൈറ്റ്. ഇനി നമുക്ക് വേറെ എന്തിനാണ് കിട്ടിയത് ഒരെണ്ണം മറന്നോയില്ല. സ്പിയറിന് എന്തോ കിട്ടി നമുക്ക്? ചാർമോ നോക്കട്ടെ. കൊള്ളാം, ചാർമ് കൊള്ളാം. ഇത് മതി. റൈവൽസ് നമുക്ക് ഗ്രനേഡിന് നോവയായിരുന്നു കിടന്നത്. ബട്ട് ഷാർട്ട് ബ്ലേസ് ഈസ് മോനെ സാധനം. അപ്പം 2 മിത്തിക്കലാണ് നമുക്കിന്ന് കിട്ടിയത്. റാപ്പ് നമുക്ക് നോക്കാം. ഒരു കളിയും കൂടി ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു റാപ്പും എടുക്കാം. നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഒരു 2v2. ഇത് തോറ്റാലും ജയിച്ചാലും എന്തിനായാലും ഞാൻ മൈൻഡ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് കളിയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. കളിയിലോട്ട് ടെലിപ്പോർട്ട് ആവുകയാണ്. ടീം റെപ്രസെൻറ്റ് 2 റൈവൽ കമ്പനീസ് നോസ്ലി. എനിക്കറിയാമല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് പർപ്പിൾ മഞ്ഞയാണ് കൊടുത്തേക്കണത്. പർപ്പിൾ നോസ്ലിയും മറ്റേത്